ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ പെരുന്നാളിന് കുറച്ച് ബിരിയാണി അരി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ. രണ്ട് ഗ്ലാസ്സാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. റോസ് ജീരകശാല അരിയില്ലേ, കുഞ്ഞരിയില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഈ ബസ്മതി റൈസിനേക്കാളും ടേസ്റ്റ് ഈ കുഞ്ഞരിക്കാണ് കേട്ടോ. ഞാൻ ഈ കുഞ്ഞരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കിലോളം ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചോറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇളയ മോൻ, എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല, അപ്പോൾ അവനിക്ക് ചോറാണ് ഇഷ്ടം. കുറച്ച് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ നമ്മുടെ മസാല കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്, അത്, പിന്നെ ഉപ്പ്, പിന്നിട്ടത് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മീറ്റ് മസാലപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിതൊന്ന് ഫസ്റ്റ് ഇത് വേവിച്ചെടുക്കാനാണ്. ഞാൻ കൈ കൊണ്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മീറ്റ് മസാലയും കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലോണം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. എന്നിട്ടാണ് ഞാൻ കറി ഇറക്കുന്നത്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തേക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്ത്, ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്യില്ല, ഒന്ന് കളറ് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കറി വെക്കണത്. അപ്പം എനിക്ക് ബീഫ് കറി വലിയ അത്ര പിടുത്തമില്ലാട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ട്, പാൻ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മുരിയിക്കുന്നുണ്ട് കേട്ടോ കറിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സവാള ഞാൻ ഒരു 2 സവാള എടുത്തേക്കണത്. നല്ല വലിയ സവാളയാണ് എടുത്തിരുന്നത്. പിന്നെ സവാളയും കൂടി അതിൻ്റെ ഒപ്പം ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ഉണ്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലായിടത്തും നല്ല മഴ തന്നെയാണ് തോന്നണല്ലോ ഇപ്പോൾ. അപ്പം പുറത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. കറണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റേതായ കുറച്ചൊരു വെളിച്ചക്കുറവുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴേക്കും കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂ കണ്ടോ, നല്ല മഴയുണ്ട്. അതിനുശേഷം നമ്മുടെ സവാളയൊക്കെ വാടി വന്നു. ഇനി നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ചേർക്കണ്ട കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് അതുകൊണ്ട് നമ്മൾ എരിവിനനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മീറ്റ് മസാലപ്പൊടി, ഉപ്പ്, ഇത്രയും ഇട്ടേക്കുന്നതിന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. പച്ചമുളക് ഞാൻ ചേർക്കാൻ മറന്നുപോയി. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ അതിനെ ഇപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക്. എന്നിട്ട് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചാട്ടോ. തക്കാളിയും എല്ലാം നന്നായിട്ട് വേവിക്കാം. അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ഉണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുത്തു. പിന്നെ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം നമുക്ക് വരുമല്ലോ ബീഫിൻ്റെ ഇതിൽ നിന്ന്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആയത്. ഞാൻ ചിക്കനാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. ബീഫ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ പിടുത്തമില്ല ഉണ്ടാക്കാനായിട്ട്. ഞാനിത് യൂട്യൂബിൽ നോക്കി തന്നെയാണ് ഞാനും ഇത് ഉണ്ടാക്കി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഏകദേശം കുറച്ച് ചാറൊക്കെ ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വറ്റിക്കണില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ചാറ് ഇഷ്ടമാണ്. അപ്പം അധികം ഒരുപാടിട്ട് ചാറൊന്നും കുറുക്കണില്ല. അപ്പോൾ ഈ ഒരു പരിപാടിപ്പോഴേക്കും ഞാൻ എടുത്തട്ടോ. ഞാനിത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ബിരിയാണി ദമ്മൊക്കെ ഇടാനുള്ളതാണല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ സവാള കേട്ടോ നല്ല നൈസാക്കി കഴിഞ്ഞ സവാള ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ പിന്നെ നമ്മുടെ ഏലക്കായ, ഞാൻ ഏലക്കായ കറുകപ്പട്ടയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് മസാലകൾ. ഒരു കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റ് ഒന്ന് വഴറ്റി അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മസാലകളുണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കപ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, 2 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചെടുത്തു. അത് വിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തതെങ്കിൽ 4 ഗ്ലാസ് തിളച്ച വെള്ളമുണ്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ ഇരട്ടി 2 ഗ്ലാസിൻ്റെ ഇരട്ടി ചൂടുവെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു പകുതി നാരങ്ങ എടുത്ത് അതും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ചോറൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നമ്മൾ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ, ഇത് ലാസ്റ്റത്തെ സ്റ്റേജാണ്. ഇത് ഫുള്ളായിട്ടുണ്ട്. എനിക്കത് ഇനി ആവിയൊക്കെ വന്നാലുണ്ടോ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് നോക്കുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളത് ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയായിരുന്നു. പിന്നെ അത് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഞാൻ അത് വേഗം തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിടും. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുക്കറിൽ തന്നെയാണ് ഞാനിപ്പോൾ ദമ്മിടുന്നത്. ഫസ്റ്റ് കറിയൊക്കെ ഒഴിച്ചെടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ മേലെ നമ്മുടെ ചോറുണ്ടല്ലോ, ബിരിയാണി ഉണ്ടല്ലോ, അത് നന്നായി കട്ടയൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കട്ട ഒന്ന് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഒറ്റ ലെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ സവാളയും പിന്നെ മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കേട്ടോ. പിന്നെ ഫസ്റ്റ് മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാട്ടിയിരുന്നല്ലോ, ആ സമയത്ത് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യും പിന്നെ ഓയിലും നെയ്യും ആണ് ഒഴിച്ചിരുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. പിന്നെ ഇതേപോലെ സ്പൂൺ വെച്ച് കുറച്ചൊന്ന് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇടയ്ക്ക്, നമുക്ക് ആവി പെട്ടെന്ന് വരാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നെയ്യ് ചേർത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ വേഗം നെയ്യ് ഒന്ന് മേലെ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാനപ്പോഴേക്കും എനിക്ക് വാഴയിലൊക്കെ കഴിക്കാനൊരു ആഗ്രഹം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വാഴയില എടുക്കാൻ വേണ്ടി പോകാൻ നിന്നതാണ്. പക്ഷേ നല്ല മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇന്നലെ ഫുൾ ടൈം മഴ തന്നെയായിരുന്നു കേട്ടോ. എല്ലായിടത്തും മഴ തന്നെ ഇരിക്കുമല്ലേ എല്ലാം. ഇപ്പം എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ നല്ല മഴയാണല്ലോ. ഇത് ഇന്നലെ രാവിലെ തൊട്ട് രാത്രി വരെയും മഴ തന്നെയായിരുന്നു. അപ്പം മഴ തോന്നില്ല, കുറയാമെന്ന് വിചാരിച്ച് നിന്നാട്ടോ. പക്ഷെ മഴ കൂടിയാണ് ചെയ്തത്. അപ്പം ഞാൻ വേഗം ഒരു കുടയൊക്കെ എടുത്തിട്ട് ഒരു വാഴയില എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം അപ്പുറത്തെ സൈഡിലോട്ട് പോകണം കേട്ടോ. കുറച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ചൊന്ന് വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്നാലും ഒരുപാട് വെള്ളക്കെട്ടൊന്നും ഉണ്ടാവാറില്ല. കുറച്ചൊക്കെ ഒന്ന് പറമ്പിലൊക്കെ വെള്ളമൊക്കെ ആകെ നിറയും. പിന്നെ സൈഡിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു വാഴയില എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഒരു വാഴയില എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫോണ്, മഴ, കുട എല്ലാം കാരണം മര്യാദയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മഴയത്ത് ഇലയിൽ കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ പിന്നെ എന്തായാലും വന്നെടുത്തതാണ് ഞാനൊരു വാഴയില. അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കുറച്ചൊരു ലെങ്ത് ഉണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്ക്. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ എല്ലാവരും. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു വാഴയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയിലെടുത്ത് പിന്നെ അത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മഴ പെയ്തത് കാരണം എല്ലാം നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്, പൊടികളൊന്നുമില്ല. പിന്നെ നല്ലോണം കഴുകി അതിന് ശേഷം ഒന്ന് വാട്ടിയൊക്കെ എടുത്ത് അതിൽ നമ്മുടെ ബിരിയാണി ഇടുന്നുണ്ടോ. ബിരിയാണി എടുത്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ആയിക്കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നില്ല, വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടോ. എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ കഴിക്കുന്ന സമയത്തുള്ള ഇതാണ്. പിള്ളേർക്കൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അതാണ് എന്നുള്ള ആ മുന്തിരി ഇതൊന്നും കാണാത്തത്. എല്ലാം കൂടി മിക്സ് ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് കച്ചമ്പറ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ പപ്പടം വറുത്തായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.